CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. ആടയാഭരണങ്ങളില്ലാതെ കരിവീരച്ചന്തം തീർത്ത് വടക്കുംനാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാനെത്തിയത് 65 ഗജകേസരികൾ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ നിന്നും വിവിധ റൂട്ടുകളിലോടുന്ന ബസ് തൊഴിലാളികൾ നാളെ പണിമുടക്കും. കോഴിക്കോട്, കുന്നംകുളം, ഗുരുവായൂർ, പാവറട്ടി റൂട്ടിലോടുന്ന ബസ്സുകളിലെ തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര കുമാർ സ്കൂളിന് സമീപം മിനിലോറി ബൈക്കിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ പഞ്ചവടി ബീച്ച് സ്വദേശികളായ തോണിക്കടവിൽ അഫ്സൽ, വടംതലകത്ത് സുഫിയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെ പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി. തിങ്കളാഴ്ച വൈകിട്ട് 4:00-ഓടെയാണ് തീർത്തും നാടകീയമായി ഇവർ സ്ഥാനങ്ങൾ രാജിവെച്ചത്. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ജൂലൈ 23-ന് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ നേതൃത്വം അറിയിച്ചു. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ആത്രപ്പള്ളി നാരായണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് അന്തരിച്ചത്. കടിക്കാട് ഗവൺമെന്റ് സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന് ഭീഷണിയായി ഗതിമാറിയൊഴുകുന്ന നീരൊഴുക്ക്. സ്കൂളിന് പിറകുവശത്തുള്ള കൈത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതാണ് വെള്ളം ഗതിമാറിയൊഴുകാൻ കാരണം. കുന്നംകുളം കക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച ആഘോഷിച്ചു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷന്റെ 38ാം വാർഷിക സമ്മേളനം പുതുശ്ശേരി IMA ഹാളിൽ ചേർന്നു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ക ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ കുര്യാക്കോസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ 9 ദിവസം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ രാമായണ പാരായണം നടക്കും. 60ന്റെ നിറവിലെത്തിയ അരിയന്നൂർ കുന്നിൻ മുകളിലെ ശ്രീകൃഷ്ണ കലാലയത്തിന്റെ വാർഷികാഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും. CPM കിരാലൂർ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ 17ാമത് MR കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക നൈപുണ്യ ദിനം ആചരിച്ചു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ദേവാലയങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയായ ദേവഹരിതത്തിന്റെയും ജൈവവൈവിധ്യത്തെ പരിപോഷിപ്പിക്കുന്ന പച്ചത്തുരുത്തിന്റെയും ഉദ്ഘാടനം നടന്നു. പുതുശ്ശേരി IM കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഡോക്യുമെന്ററി മത്സരത്തിൽ കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനം 3ാം സ്ഥാനം നേടി. മാത്തൂർ മന ക്രിയേഷൻസും ആർട്ട് വിസ്റ്റ് മീഡിയയും ചേർന്നൊരുക്കിയ ഒറ്റച്ചിരാത് എന്ന സംഗീതാൽബത്തിന്റെ ആദ്യ പ്രദർശനം ചേലക്കര MSN ഹാളിൽ നടന്നു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.